ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. اللهم صل على سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والبقيات الصالحات خير عند ربك ثوابا. خير عند ربك ثوابا وخير أملا. صدق الله العلي العظيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عضلت أناملي وقرعت سني. يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. ഏറ്റവും സമാധാരണീയരായ സയ്യിദ് അവറുകൾ, ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ ബുർദാഇന്റെ മജ്ലിസ് എന്തുകൊണ്ടും വളരെ മുബാറക്കായ പരിശുദ്ധമായ ഒരു മാസത്തിലും ദിവസത്തിലും സമയത്തിലുമൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ മഹത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പറ്റിയ സമയമല്ല. 4ാമത് വാർഷിക സദസ്സാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ മാസവും
വിവിധ വീടുകളിൽ പൂർണ്ണമായി ചൊല്ലി അതിന്റെ ഫലം അനുഭവിച്ച മഹാഭൂരിഭാഗം ആളുകളുമാണ് ഇവിടെ ഒത്തുകൂടിയത് എന്നത് ഏറെ സന്തോഷകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലെ ഒട്ടനേകം ജനങ്ങളുടെ നീറുന്ന ഹൃദയങ്ങൾക്ക് തണുപ്പിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് അതിനേക്കാൾ വലിയ സന്തോഷമുണ്ട്. കാരണം തന്നെ നേരത്തെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ, രോഗങ്ങളിലായി കഴിഞ്ഞുകൂടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചാലും ജഗന്നിയന്താവായ റബ്ബിലേക്കുള്ള അടുക്കാനും അവൻ വഴി നമുക്ക് പരിഹാരം ലഭിക്കാനും അതിന് ഹബീബായ തങ്ങളെ മുൻനിർത്താനും ഏറെ മഹത്തരമായ ഒന്നാണ് ബുർദ എന്ന് പറയുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പക്ഷവാത രോഗം ബാധിച്ച് ശരീരത്തിന്റെ അർദ്ധഭാഗവും പരിപൂർണമായി നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതി ആലോചിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഹബീബായ തങ്ങളെ കുറിച്ച് ഒരു മദ്ഹ് രചിക്കാനുള്ള അല്ലെങ്കിൽ ആലപിക്കാനുള്ള കോർത്തിണക്കാനുള്ള ആലോചന വരുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പലവരും നമ്മൾ കേട്ടതാണ്. രാത്രിയിൽ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ആ കാവ്യങ്ങളെല്ലാം ചൊല്ലിക്കൊടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാസകലം തടവിയപ്പോൾ സർവ്വവൈദ്യങ്ങളും പരാജയപ്പെട്ടു പോയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം, കലശലായ രോഗം പരിപൂർണമായി സുഖം പ്രാപിച്ച് പിറ്റേ ദിവസം തന്റെ പട്ടണം ഒന്ന് കാണുന്നതിന് വേണ്ടി പുറത്തിറങ്ങുമ്പോഴാണ് അബൂ റജാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. ആ അബൂ റജാ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടവരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ തന്നെ പറയുന്നത്, സലാം പറഞ്ഞ ഉടനെ തന്നെ അവരോട് ആവശ്യപ്പെടുന്നത്, യാ സയ്യിദി ഹാദി ഖസീദതകല്ലതി മദഹ്ത ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നിങ്ങളെനിക്ക് ഒരു മദ്ഹ് ഗാനം ഒന്ന് ആലപിച്ചു തരുമോ? ഇന്നലെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബി തങ്ങളുടെ മേലിൽ രചിക്കപ്പെട്ട പദ്യം എനിക്കൊന്ന് നിങ്ങൾ കേൾപ്പിച്ചു തരുമോ? അതെനിക്കൊന്ന് നിങ്ങൾ നൽകുമോ എന്ന ചോദ്യത്തിന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, അയ്യ ഖസീദത്തിൻ തുരീദു, ഇതിനു മുമ്പ് പല ഖസീദകളും ഞാൻ രചിച്ചിട്ടുണ്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഖസീദ ഏതാണ്? ഉടനെ തന്നെ അബൂ റജാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമിൻ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖസീദയാണ് എനിക്ക് നൽകേണ്ടത്. അപ്പോഴാണ് ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ചോദ്യം, മിൻ ഐന ഹഫിൽതഹാ യാ അബൂ റജാ, അല്ല ഇന്നലെ രാത്രി ഞാൻ ഹബീബരായ തങ്ങൾക്ക് മാത്രം കേൾപ്പിച്ച് മറ്റൊരാളെ മുമ്പിലും സമർപ്പിക്കാത്ത ഈ പദ്യത്തിന്റെ ആദ്യത്തെ വരി തന്നെ നിങ്ങൾ എങ്ങനെയാണ് മനഃപ്പാഠമാക്കിയത്? ഉടനെ തന്നെ അബൂ റജാ തങ്ങളെ മറുപടി, ലഖദ് സമിഅതുൽ ബാരിഹത തുൻഷിദുഹാ بين يدي النبي صلى الله عليه وسلم وهو يتمايل ويتحرك. ഇന്നലെ നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങളുടെ ആ പരിശുദ്ധമായ ഖസീദ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ ഹബീബരായ തങ്ങൾ അതിൽ ഇങ്ങനെ ലയിക്കുന്നത് ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ആ വിവരം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഖസീദയൊന്ന് തരുമോ? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അബൂ റജാ റളിയല്ലാഹു അൻഹുവിന് ആ ഖസീദ കൈമാറുകയാണ്.
മുഅ്മിനീങ്ങളെ ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണമായ തൃപ്തിയോടെ പൊരുത്തത്തോടെ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു കോർത്തിണക്കിയ ഖസീദ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിക്കും പരിഹാരമാണ്. നമ്മുടെ നാടുകളിൽ വ്യാപകമായി വീടിന്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ ഖസീദത്തുൽ മുർഉദ്ദ ചൊല്ലാറുണ്ട്. അത് നമ്മൾ മാസത്തിലൊരിക്കൽ ഒതുക്കേണ്ടതല്ല, വാർഷിക സദസ്സുകളിൽ മാത്രം സംഘടിപ്പിച്ച് നിർത്തേണ്ടതല്ല, മറിച്ച് എല്ലാ ദിവസവും എന്ന പോലെ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച രാവിലെങ്കിലും അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവിലെങ്കിലും ഒരു 40 മിനിറ്റ് ഉപയോഗപ്പെടുത്തി ഖസീദത്തുൽ ബുർദ പരിപൂർണമായി ചൊല്ലിത്തീർത്ത് പ്രതിസന്ധികളിൽ നിന്ന് മോചനം കിട്ടാൻ നമ്മൾ മുത്തുനബിയെ തവസ്സുലാക്കേണ്ടതുണ്ട്. റബ്ബിനോട് നമ്മളത് ആവശ്യപ്പെടേണ്ടതുണ്ട്. من قرأ هذه القصيدة في كل ليلة جمعة بين المغرب والعشاء مع مراعاة شروطها എല്ലാ വെള്ളിയാഴ്ച രാവിലും അതിന്റെ പരിപൂർണമായ അതവോടെ ആരെങ്കിലും ഖസീദത്തുൽ ബുർദ ചൊല്ലിയാൽ, വെള്ളിയാഴ്ച ഇശാ മഗ്രിബിന്റെ ഇടയിൽ ആരെങ്കിലും ബുർദ പതിവായി പാരായണം ചെയ്താൽ, മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുകയാണ്, യമൂതു അലൽ ഈമാനി വൽ ഇസ്ലാം, അവന് ഈമാന് സലാമത്തായി മരിക്കാൻ കഴിയുന്നതാണ്. മുഅ്മിനീങ്ങളെ, ജീവിതത്തിലെ വലിയ ടെൻഷൻ ഏതാ? ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഏതാ? മൗത്തിന്റെ ഘട്ടം നന്നായി കിട്ടലാണ്, മരണമാസന്നമായ സമയത്ത് ഈമാൻ ലഭിക്കലാണ്. അതിന് ഏറ്റവും നല്ല മരുന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ബുർദാഇന്റെ പാരായണമാണ്. നമ്മൾ വെറും പാരായണക്കാര് മാത്രമാകരുത്. അതിന്റെ ആശയങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധമായ റജബ് കഴിഞ്ഞ് ശഅബാനിലേക്ക് നമ്മൾ കടന്നു. എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞ് പരിശുദ്ധമായ റമളാൻ ആഗതമാവുകയാണ്. ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു തന്റെ ആവലാദികൾ, വേവലാദികൾ, തന്റെ പരാധീനതകൾ മുഴുവനും ഹബീബായ മുത്തുനബിയോട് പറഞ്ഞിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ظلمت سنة من نحي الظلام إلى أن اشتقت قدماه الضر من ورمي. തങ്ങളുടെ കാവ്യം ഇങ്ങനെ രചിക്കുന്നുണ്ട്, തങ്ങളെ കുറിച്ച് നിരന്തരമായി പറയുന്നുണ്ട്, പാടുന്നുണ്ട്. പക്ഷേ ഫർളല്ലാത്തത് നിസ്കാരത്തെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃതങ്ങൾ ധാരാളം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും സർവ്വതെറ്റ് കുറ്റങ്ങളും ജഗന്നിയന്താവ് പുറത്തു തന്നു എന്ന് പറഞ്ഞിട്ടോ കാലിൽ നീര് വന്ന് വീർക്കുന്നത് വരെ രാത്രിയെ പകലാക്കിയ നബിയേ, ബുർദയുടെ മജ്‌ലിസിൽ ഞങ്ങൾ കൂടുന്നുണ്ട്, ബുർദയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ബുർദ ഞങ്ങൾ ചൊല്ലുന്നുണ്ട്. പക്ഷേ പള്ളി മിനാരങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും 5 സമയങ്ങളിലായി ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, സുഹൃതങ്ങളിലേക്ക്, സന്തോഷത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ വന്നെത്താൻ കഴിയുന്നില്ല, ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. തങ്ങളെ സുന്നത്തൊന്ന് ജീവിതത്തിൽ ഹയാത്താക്കിയിട്ട് രാത്രി മുഴുവനും അല്ലെങ്കിൽ രാത്രിയിലെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നിസ്കരിച്ച് തങ്ങളിലേക്കൊന്നടുക്കാൻ കഴിയുന്നില്ല നബിയേ.
നിങ്ങളെ ബുർദ പാടുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം അകപ്പൊരുളുകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹ് ഈ പരിശുദ്ധമായ മജ്‌ലിസ് ഞങ്ങൾക്കതിനു കാരണമാക്കണേ അല്ലാഹ്. ഇമാം ബൂസുരി റഹിമഹുല്ലാഹ് ഓരോ കാവ്യങ്ങൾ എഴുതുമ്പോഴും വിശാലമായ അർത്ഥങ്ങളാണ് അതിലുള്ളത്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ വിശദമായി കിടക്കുന്നില്ല. ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു ഹബീബരായ മുത്തുനബിയുടെ ജീവിതം പരിചയപ്പെടുത്തുന്നുണ്ട്. എത്രമേൽ ത്യാഗോജ്ജലമായ ജീവിതമാണ് തങ്ങൾ നയിച്ചിരുന്നത്, എത്രമേൽ പ്രതിസന്ധിയാണ് മുത്തുനബി ജീവിതത്തിൽ അനുഭവിച്ചിരുന്നത്. ബൂസുരി ഇമാം റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്, വശദ്ദ മിൻ സഗദിൻ നഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറത്തി കശ്ഹ മുത്രഫൽ അദമി. വിശന്നത് കാരണം, പട്ടിണി കാരണം, ദാരിദ്ര്യം കാരണം ഖന്ദക്കിന്റെ ഘടങ്ങെടുക്കുന്ന സമയത്ത് തങ്ങൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. തങ്ങൾക്ക് വേണമെങ്കിൽ കമാൻഡറായി പരിസരത്തേക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ തങ്ങളത് ചെയ്യാതെ തന്റെ അനുചരന്മാരും പട്ടിണിയിലായി പലരും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി. എന്നാൽ തങ്ങൾ അവരെക്കാൾ ഒരു പടി മുകളിലായി 2 കല്ല് വെച്ച് കെട്ടിയിട്ട് ഹബീബരായ തങ്ങളെ, നിങ്ങളെത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്, എത്രമേൽ പ്രയാസങ്ങൾ തങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇമാം ബൂസുരി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, പറഞ്ഞുകൊണ്ടുവരുന്നത് ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതം കാണിച്ചപ്പോ അത് മുഴുവനും ബൂസുരി ഇമാം വരച്ച് കാണിച്ചു തന്നു. മുഅ്മിനീങ്ങളെ, അതിൽ നിന്നാണ് ഈ പള്ളിപ്പടിയിലെ സാന്ത്വനം പ്രവർത്തകര് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മാസവും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം പ്രതീക്ഷിച്ച്, സാന്ത്വനം പ്രതീക്ഷിച്ചുകൊണ്ട് മുഴുവനായി പറയുന്നത്, പാടുന്നത് വിവിധങ്ങളായ വീടുകളിൽ എല്ലാ മാസവും മുടങ്ങാതെ 4 വർഷമായി നമ്മുടെ പ്രവർത്തകരത് നടത്തി വരികയാണ്. അതിലേക്ക് ജനങ്ങളതാ അവർക്ക് ദുആ ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ്. ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോ അതിന്റെ ഫലം ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഇമാം ബൂസുരി റഹിമഹുല്ലാഹ് മുത്തുനബിയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ മുഴുവനും പരാമർശിച്ചു. വിവിധങ്ങളായ ഖസീദകളിലൂടെ തങ്ങളുടെ ജീവിതം വരച്ചു കാണിച്ചു തന്നു. അപ്പൊ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു, ഇവിടുത്തെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണം, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണം. ഈ മഹല്ലിൽ ഒരാളും പട്ടിണി കിടന്നുകൂടാ. അതിൽ മതത്തിന്റെ മാനദണ്ഡങ്ങളില്ല, ജാതീയതയുടെ വിഭാഗീയത അതിലില്ല. അത്തരം വർണ്ണങ്ങളോ വിവേചനങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം നല്ല പ്രവൃത്തിയുമായി മുന്നോട്ട് പോവാൻ അവർ തീരുമാനിക്കുകയാണ്. അതിന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം പാഠമുണ്ട്. കാരണം നമ്മൾ ഈ ദുന്യാവിന്റെ ആസ്വാദനങ്ങളിൽ ജീവിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ മുഴുവനും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണമെന്നതാണ്. ഭൗതികമായ ലോകത്തെ സമ്പാദ്യങ്ങളാണ്. അതിന് മക്കളെ പ്രാപ്തരാക്കലാണ്. അതിന് എത്ര ഉയർന്ന വിദ്യാഭ്യാസവും എത്ര പണം മുടക്കിയിട്ടും നമ്മൾ കൊടുക്കുകയാണ്. ധാർമ്മികമായ മൂല്യങ്ങൾ നമുക്ക് പ്രശ്നമല്ല, ഇസ്ലാമികമായ ചിട്ടകൾ നമുക്ക് പ്രതിസന്ധിയല്ല. അത്തരം ഒന്നും നമ്മുടെ മുമ്പിൽ നമ്മൾ ഗൗനിക്കാതെ അതാ ഭൗതികമായ താല്പര്യങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ മക്കളെ പ്രാപ്തരാക്കുമ്പോ വിശുദ്ധ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പലവരും നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അൽ മാലു വൽ ബനൂൻ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ മക്കള്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യം. എന്തിനാണ് നിങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകിയത്? എന്തിനാണ് അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്? സീനത്തുൽ ഹയാത്തി ദുനിയാ,
അത് ഇവിടുത്തെ ചില ആലങ്കാരികതകൾ മാത്രമാണ്. ഇവിടെ ചില സുഖങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. എന്നാൽ ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടത് എവിടെയാണ്? വൽബഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കാൻ കഴിയേണ്ടത് ആഖിറത്തിലാണ്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഘട്ടങ്ങളിലാണ് സന്തോഷമുണ്ടാകേണ്ടത്. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സമ്പാദിക്കണം, ആകുന്നത്ര ഹലാലായ നിലക്ക് സമ്പാദിക്കണം. ആ സമ്പാദ്യം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? അത് അല്ലാഹുവിന്റെ തൃപ്തിയിലായി വിനിയോഗിക്കാൻ കഴിയണം. പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി നൽകാൻ കഴിയണം. പാവങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയണം. ആരുടെയെങ്കിലുമൊക്കെ പട്ടിണി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഒരുപാട് സമ്പാദ്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് എന്ത് കിട്ടാനാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കൽ ഒന്നിച്ചതാ ഒരൽപ്പം കൂടുതൽ ദിർഹം ലഭിക്കുകയാണ്. 7, 9, 10 എന്നൊക്കെ അഭിപ്രായാന്തരമുണ്ട്. ഇരിക്കട്ടെ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, മിൻ അജ്ലി ദനാനീരി സബ്അത്തി അല്ലതി അതത്നാ അംസൈനാ. ഒരു ദിവസം പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല, ഒരു സുഖവും നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരുതി ശാരീരികമായ വല്ല ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കും മുത്തുനബി ക്ഷീണിച്ചു പോയത്. ചോദിച്ചു, നബിയേ, മുഖത്തെന്തേ ടെൻഷന് നിഴലിക്കുന്നു നബിയേ? ഹബീബരായ തങ്ങളുടെ മറുപടി, ഉമ്മു സലമ, മിൻ അജ്ലി ദനാനീരി സബ്അത്തി അല്ലതി അതത്നാ അംസൈനാ വഹിയ ഫീ ഹുസ്നിൽ ഫിറാഷ്. പതിവിൽ നിന്ന് വിപരീതമായി ഇന്നലെ ഒരു 7 ദിർഹം കിട്ടിയല്ലോ, അതാലോചിച്ചിട്ടൊരു സുഖം കിട്ടുന്നില്ല. എന്റെ വിരിപ്പിന്റെ മൂലയിൽ ഞാനത് കെട്ടിവെച്ചിട്ടുണ്ട്, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സമ്പാദ്യം ആവശ്യമില്ല, ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യം ഉണ്ടാവണം. ബാക്കിയുള്ളതെല്ലാം സുഹൃതങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. അതിന് വിശാലമായ മനസ്സുണ്ടാകണം. മഹാന്മാര് പറയുന്നുണ്ട്, ചെറിയ കുട്ടി ജനിക്കുന്ന ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന്, വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ കുട്ടിയുടെ 2 കൈയും ചുരുട്ടിയിട്ടാണ് അവൻ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ച് ഉലമാ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വഫീ ഖബ്ലി കഫി ത്ഫൽ ഇൻദൽ വിലാദതി ദലീലുൻ അലൽ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി. ഇതൊക്കെയും എനിക്ക് സ്വായത്തമാക്കാനുള്ളതാണ് എന്ന ആർത്തിയുടെ ചിന്ത കൊണ്ടാണ് അവൻ മുഴുവനും ഇറുക്കി പിടിക്കുന്ന വിധത്തിലാണ് അവന്റെ 2 കൈയും ചുരുട്ടിയിട്ടവൻ പുറത്തേക്ക് വരുന്നത്. എന്നാൽ വഫീ ബസ്തിഹാ ഇൻദൽ മമാതി ഇശാറത്തുൻ അലാ ഫൻദുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈഇൻ. മരിക്കുന്ന സമയത്ത് 2 കൈകളും നിവർത്തി വെച്ച് വെടിപ്പായി വെച്ചിട്ടാണ് അവൻ പോകുന്നത്. അതിലും ചില പാഠങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ട് ഞാൻ ഒന്നും കൊണ്ടുപോകാതെയാണ് പോകുന്നത്, ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്നുകൂടി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തി ഹലാലായ നിലക്ക് നല്ല സമ്പാദ്യം ഉണ്ടാകണം. ആ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലാഹ്, നിന്റെ വിശാലമായ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിതൊക്കെയും നീ ചെയ്തു തന്നത്. ആ സമയത്ത് എന്റെ ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലക്ഷങ്ങൾ എന്റെ കൈകളിലേക്ക് വരില്ലായിരുന്നു. ആ സമയത്ത് എനിക്കതിലേക്ക് പോകാൻ എന്റെ കാലിന് സ്വാധീനമുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ കച്ചവടം നടക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ എന്റെ മുമ്പിൽ നേരിടുമായിരുന്നു. ഇല്ല,
അധ്വാനിക്കാനുള്ള കഴിവ് തന്ന അല്ലാഹ്, സമ്പാദ്യം തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ചിന്തയാണ് വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത്. ബയാനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അതാ ഒരു മനുഷ്യൻ ഇങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു യാചകന് വന്നിട്ട് ഒരൽപ്പം കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ ആ യാചകൻ ആ സമയത്ത് അത് വാങ്ങിയില്ല. ആ സമയത്ത് ആ യാചകൻ വാങ്ങിയില്ല. ഒരല്പസമയം കഴിഞ്ഞപ്പോ ഇതേ യാചകൻ മറ്റൊരിടത്ത് കൈ കാണിക്കുന്നത് കണ്ടു. അപ്പൊ ബയാനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അനുചരന്മാരും ചോദിച്ചു, അല്ല, നേരത്തെ ഒരാൾ സ്വർണ്ണക്കിഴി നിങ്ങൾക്ക് വെച്ച് നീട്ടിയപ്പോ